ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ റെഫർ ചെയ്യുക, കാരണം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓരോ എക്സാമിനും വരാറുള്ളത്. നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Question number 1. Read the conversation between Appu and Vicky during their visit to പീലീസ് വില്ലേജ്. പീലിയുടെ വില്ലേജിലേക്ക് അവരൊരു വിസിറ്റ് നടത്തി. അപ്പോൾ അപ്പുവിൻ്റെയും അതുപോലെ തന്നെ വിക്കിയുടെയും അവിടെ സംഭാഷണമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഐ ലൈക്ക് ദിസ് പ്ലേസ് വെരി മച്ച്, ബട്ട് ഐ ഹാവ് എ ഡൗട്ട്. വോണ്ട് യു ഫീൽ ബോർഡ് വിതൗട്ട് ഗുഡ് നെറ്റ്വർക്ക് കവറേജ് ആൻഡ് വൈഫൈ കണക്ടിവിറ്റി? അപ്പോൾ എനിക്ക് ഈ ഒരു നാടൊക്കെ ഭയങ്കര ഇഷ്ടമായി, പക്ഷെ എനിക്കൊരു ഡൗട്ട്, നിങ്ങൾക്ക് ഈ വൈഫൈയും നെറ്റൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ബോറടിക്കില്ലേ? What will you do if you wish to play a game? How do you feel happy without any games? If we were in the city, we could have done many things. നിങ്ങൾക്ക് എങ്ങനെയാണ് how what will you do if you wish to play a game? നിങ്ങൾക്കൊരു ഗെയിം കളിക്കാൻ തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? How do you feel happy without any game? ഒരു ഗെയിം പോലും ഇല്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നത്? If we were in the city, we could have done many things. നിങ്ങൾ സിറ്റിയിലാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യായിരുന്നു. അടുത്ത ആൾ പറയാണ്, ഐ തിങ്ക് ദിസ് പ്ലേസ് ഇസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ സിറ്റി. പക്ഷേ സിറ്റിയേക്കാൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അടുത്ത ആൾ പറഞ്ഞു. ദർ ആർ പീപ്പിൾ ഹു ലൈക്ക് വില്ലേജ് ലൈഫ് ആൻഡ് ദോസ് ഹു ലൈക്ക് സിറ്റി ലൈഫ്. കുറേ ആൾക്കാർക്ക് ഗ്രാമത്തിലുള്ള ജീവിതം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർക്ക് നഗരത്തിലുള്ള ജീവിതം ഇഷ്ടപ്പെടുന്നുണ്ട്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ പെക്യുലാരിറ്റീസ് ഓഫ് വില്ലേജ് ലൈഫ് ആൻഡ് സിറ്റി ലൈഫ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാമത്തിന്റെ ആ ജീവിതവും അതുപോലെ തന്നെ നഗരത്തിലുള്ള സിറ്റി ലൈഫും കൂടിയിട്ട് താരതമ്യം ചെയ്ത് നമ്മളോട് അവരുടെ പെക്യുലാരിറ്റീസ്, അവരുടെ ആ ഗുണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വില്ലേജ് ലൈഫ്, നാച്ചുറൽ ആൻഡ് പീസ്ഫുൾ സറൗണ്ടിങ്. ഭയങ്കര പ്രകൃതിദത്തമായിട്ട് അതുപോലെ സമാധാനപരമായിട്ടുള്ള സറൗണ്ടിങ്സ്, ചുറ്റുപാടാണ്. സിറ്റി ലൈഫ്, ബിസി ലൈഫാണ് ഉണ്ടാവുക സിറ്റിയിലെ കേട്ടോ. വില്ലേജ് ലൈഫ്, ഫ്രഷ് എയർ ആൻഡ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ശ്വാസം, നല്ല രീതിയിലുള്ള പവിത്രമായിട്ടുള്ള ശ്വാസം കിട്ടും, പ്യുവർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മലകളും കുന്നുകളും അരുവികളും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത്. സിറ്റി ലൈഫിലോ മോർ പൊല്യൂഷൻ, ഒരുപാട് മാലിന്യം അല്ലെങ്കിൽ പൊല്യൂഷൻസ് ആണ് ഉള്ളത്. പീപ്പിൾ ലിവ് ടുഗദർ ഇൻ യൂണിറ്റി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ആൾക്കാർ എല്ലാവരും സ്നേഹത്തോടും സന്തോഷത്തോടും ഒരുമയോടും, യൂണിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരുമയോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത്. പീപ്പിൾ ഹാവ് ബിസി ഷെഡ്യൂൾസ്. എന്നാൽ സിറ്റിയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ബിസി ഷെഡ്യൂൾ ആയിരിക്കും, കാരണം അവരവരുടെ ജോബിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ബിസി ആയിരിക്കും. നെക്സ്റ്റ് വൺ, ലാർജ് ഓപ്പൺ സ്പേസസ് ആൻഡ് പ്ലേ ഗ്രൗണ്ട്സ്. ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും, ഗ്രൗണ്ടുകളും ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ് വില്ലേജിൽ കാണാൻ പറ്റുക. സിറ്റി ലൈഫിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പൺ സ്പേസസ് ആണ് ഉള്ളത്. അധികം വലിയ സ്ഥലങ്ങളൊന്നും ഇല്ല കളിക്കാനൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഫുട്ബോൾ അങ്ങനെ എന്തെങ്കിലും കളിക്കണമെങ്കിൽ ടർഫിൽ പോകണം, അല്ലെങ്കിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ വേറെ സ്ഥലത്ത്. അങ്ങനെ അവർക്ക് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലമുണ്ട്. പക്ഷേ ഗ്രാമത്തിൽ അങ്ങനെയല്ല, ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആർ അവൈലബിൾ. ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന പല സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. മെനി ഷോപ്സ് ആൻഡ് മാർക്കറ്റ്. എന്നാൽ ഇവിടെ എന്താണ്, സിറ്റിയിലെ എപ്പോഴും ഷോപ്പിലും മാർക്കറ്റിലും നമ്മൾ ഓരോന്നിനു വേണ്ടിയിട്ട് എന്ത് വേണം, അലയണം. ഫാമിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഒക്യുപ്പേഷൻ. വില്ലേജിൽ, ഗ്രാമത്തിൽ നമുക്കറിയാം കൃഷിയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ജോലി. മെനി ഇൻഡസ്ട്രീസ് ആൻഡ് ഓഫീസേഴ്സ്. സിറ്റി ലൈഫിൽ എങ്ങനെയാ, ഫാമിംഗ് അല്ല, അവർക്ക് കുറേ ഇൻഡസ്ട്രി ഓഫീസുകളൊക്കെ ഉണ്ടാവും. വില്ലേജ് ലൈഫിൽ ലെസ് ഇന്റർനെറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റ് ആയിട്ട് എഴുതാം കേട്ടോ. ലെസ് ഇന്റർനെറ്റ്, അപ്പോൾ മറ്റേതിൽ എഴുതണം ബെറ്റർ ഇന്റർനെറ്റ് എന്ന്. വില്ലേജിൽ അധികം നമുക്ക് റേഞ്ചും കാര്യങ്ങളൊന്നും കിട്ടില്ല, അപ്പോൾ ഇന്റർനെറ്റ് കുറവായിരിക്കും. അടുത്തത് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസും കുറവാണ് അവിടെ, കാരണം എപ്പോഴും ഒരുപാട് ബസ്സുകൾ, ഒരുപാട് വണ്ടികളൊന്നും ഇല്ലേ ഗ്രാമങ്ങളിൽ. സിറ്റിയിൽ പക്ഷേ ബെറ്റർ ഇന്റർനെറ്റും ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസും ഉണ്ട്. അത് അവരുടെ ഒരു ഗുണങ്ങളാണ്. ബസ്സുകളായാലും ഓട്ടോ ആയാലും എല്ലാ വണ്ടികളും എപ്പോഴും സജീവമാണ് സിറ്റി ലൈഫിൽ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പെക്യുലാരിറ്റി ഓഫ് പീലീസ് വില്ലേജ്? പീലിയുടെ വില്ലേജിലെ, ഗ്രാമത്തിലെ പെക്യുലാരിറ്റി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എപ്പോഴും നന്നായി വായിച്ചോളൂ കേട്ടോ. നോട്ട് എ പെക്യുലാരിറ്റി ഓഫ് പീലീസ് വില്ലേജ്. വില്ലേജേഴ്സ് ബൈ ആൻഡ് സെൽ ദ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ് ഇൻ വീക്ക്ലി മാർക്കറ്റ്. അപ്പോൾ ആഴ്ചയിൽ മാർക്കറ്റിൽ പോയിട്ട് അവർ എന്ത് ചെയ്യും, വില്ലേജേഴ്സ് അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വിൽക്കും മേടിക്കുകയൊക്കെ ചെയ്യും വലിയ മാർക്കറ്റിൽ പോയിട്ട്. ദർ ആർ മെനി പോണ്ട്സ് ടു പ്രാക്ടീസ് സ്വിമ്മിങ്. നീന്തൽ പഠിക്കാനായിട്ട് ഒരുപാട് പോണ്ടുകളുണ്ട്. ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻ ആർ ഹെൽഡ് ഇൻ പ്ലഫ്ഡ് ഫീൽഡ്. ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ഈ ഒരു കാളയോട്ട മത്സരമൊക്കെ നടത്തില്ലേ, അപ്പോൾ ഉഴുതിട്ട ആ ഒരു വയലിൽ അങ്ങനത്തെ മത്സരങ്ങൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യുക്ക്
ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ടു റീച്ച് ഡിഫറെൻറ്റ് പ്ലേസസ്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വേഗം എത്താനായിട്ട് ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യാത്ര ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒരുപാട് ബസ്സുകൾ വണ്ടികളുണ്ടോ? ഇല്ല. അപ്പോൾ ആദ്യത്തെ 3 കറക്റ്റ് തന്നെയാണ്, ഗ്രാമത്തിൽ നടക്കുന്നത്. പക്ഷെ ലാസ്റ്റ് വൺ തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഹാപ്പി ഐ ആം ടു സീ ദം എൻജോയ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നുണ്ട് അവരെല്ലാവരും ഇങ്ങനെ സന്തോഷിക്കുന്നത് കാണുമ്പോൾ. ഒരു കുട്ടി പറയുന്നതാണ് കേട്ടോ. വി ആർ ഫെമിലിയർ വിത്ത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ് ലൈക്ക് മീനുവിനെ പോലെ സ്പെഷ്യലായിട്ട് എന്ന് വെച്ചാൽ കുറച്ച് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കുമല്ലോ, സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികൾ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഇൻ ഹാപ്പിനെസ് ഓഫ് ലൈഫ്. അപ്പോൾ ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാകുമ്പോൾ പല ആൾക്കാർക്കും പല അനുഭവങ്ങളാണ് ഉള്ളത്. പ്രിപ്പയർ എ നോട്ട് ഷെയറിങ് ദ മൊമെന്റ്സ് ഓഫ് ഹാപ്പിനെസ് യു ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇൻ യുവർ ഫാമിലി. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അനുഭവപ്പെട്ട ഒരു സന്തോഷമുള്ള മൊമെന്റ്സ് എങ്ങനെയാണെന്നുള്ളത് ഷെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫാമിലിയിലെ, കുടുംബത്തിലെ, സ്കൂള്, അതുപോലെ സൊസൈറ്റി, സമൂഹത്തിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. മിസ് ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കാം. ഹാപ്പിനെസ് ക്യാൻ കം ഫ്രം ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഇൻ അവർ ഫാമിലി, സ്കൂൾ ആൻഡ് സൊസൈറ്റി. ആ ക്വസ്റ്റ്യനിലുള്ളത് ഫസ്റ്റ് ലൈൻ ഞാൻ അങ്ങോട്ട് എടുത്തെഴുതി. ഹാപ്പിനെസ്, സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് പലർക്കും പല അനുഭവങ്ങളാണ് ഫാമിലിയിൽ നിന്നും സ്കൂളിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നൊക്കെ കിട്ടുക. സ്പെൻഡിങ് ടൈം വിത്ത് ഫാമിലി, പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്, സെലിബ്രേറ്റിംഗ് ഫെസ്റ്റിവൽ ആൻഡ് ഹെൽപ്പിംഗ് അതേഴ്സ് ഗിവ്സ് us ഹാപ്പിനെസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 എഴുതി അവസാനിപ്പിക്കുക കേട്ടോ. സ്പെൻഡിങ് ടൈം വിത്ത് ഫാമിലി, ഫാമിലിയുടെ ഒപ്പം സമയം ചിലവഴിക്കുക. പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്, ഫ്രണ്ട്സിൻ്റെ ഒപ്പം കളിക്കുക. സെലിബ്രേറ്റിംഗ് ഫെസ്റ്റിവൽസ്, ഉത്സവങ്ങൾ ആഘോഷിക്കുക. ആൻഡ് ഹെൽപ്പിംഗ് അതേഴ്സ് ഗിവ് us ഹാപ്പിനെസ്, അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും നമുക്ക് സന്തോഷം ലഭിക്കും. അച്ചീവിങ് സക്സസ് ഇൻ സ്റ്റഡീസ് ആൻഡ് ടേക്കിംഗ് പാർട്ട് ഇൻ സ്കൂൾ ആക്ടിവിറ്റീസ് ആൾസോ മേക്ക് us ഹാപ്പി. നമുക്ക് സ്റ്റഡീസിൽ സക്സസ് ആകുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ആൻഡ് ടേക്കിംഗ് പാർട്ട് ഇൻ സ്കൂൾ ആക്ടിവിറ്റീസ്, സ്കൂളിലുള്ള പല കലാപരിപാടികളിലായാലും സ്പോർട്സിലായാലും പങ്കെടുക്കുമ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യും, സന്തോഷം തരുന്നുണ്ട്. ഹെൽപ്പിംഗ് പീപ്പിൾ ഇൻ നീഡ് ആൻഡ് ലിവിങ് ടുഗദർ വിത്ത് ലവ് ആൻഡ് യൂണിറ്റി ഗിവ് us എ ഫീലിംഗ് ഓഫ് ഹാപ്പിനെസ്. നമ്മൾ ആൾക്കാരെ സഹായിക്കുമ്പോൾ ആവശ്യമുള്ള സമയത്ത്, ഈ നീഡ് എന്ന് പറയുന്നത് ആവശ്യമുള്ള സമയത്ത് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതും അതുപോലെ സ്നേഹത്തോടും സന്തോഷത്തോടും ഒരുമിച്ച് ജീവിക്കുന്നതും എന്താണ്, ഹാപ്പിനെസ് ഉള്ളൊരു ഫീലിംഗ് ആണ്. മനസ്സിലായല്ലോ ഹാപ്പിനെസ് എങ്ങനെയൊക്കെ കിട്ടുന്നതെന്നുള്ളത്? ഇതെല്ലാം എഴുതൊന്നും വേണ്ട, കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഹാപ്പി എക്സ്പീരിയൻസ് ഫോർ ദ ചിൽഡ്രൻ ഫ്രം പീലീസ് വില്ലേജ്. പീലിയുടെ വില്ലേജിലെ കുട്ടികൾക്ക് ഇഷ്ടമാവാത്ത ഒരു എക്സ്പീരിയൻസ് ഏതാണ്? എവരി വൺ ലിവ്സ് ടുഗദർ ഇൻ യൂണിറ്റി. എല്ലാവരും ഒരുമയോടുകൂടി ജീവിക്കുക, അത് കുട്ടികൾക്ക് ഇഷ്ടമാണ്. ഇറ്റ് ഹാസ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ്, നല്ല രീതിയിലുള്ള മലഞ്ചെരുവുകളും അതുപോലെ കുളങ്ങളൊക്കെ കാണും, അതും കുട്ടികൾക്ക് ഇഷ്ടമാവും. വാസ്റ്റ് പ്ലേ ഗ്രൗണ്ട്, കളിക്കാനുള്ള ഒരു വലിയ ഗ്രൗണ്ട് തന്നെ ഉണ്ട്. ഫെസിലിറ്റീസ് ലൈക്ക് ഇന്റർനെറ്റ് ആൻഡ് വൈഫൈ കണക്ടി, അവിടെ ഇന്റർനെറ്റ് വൈഫൈ കണക്ടിവിറ്റി ഇല്ല. അപ്പൊ അത് ഇഷ്ടമാണോ? അത് ഇഷ്ടമല്ല, അത് നമ്മൾ മാർക്ക് ചെയ്യാം കേട്ടോ. Next question. The mastery of using fire in a controlled manner and the beginning of agriculture are the two important milestones in the progress of early humans. ഈ പണ്ടത്തെ ആൾക്കാർ എടുക്കുമ്പോൾ അവർ ആദ്യം ഫയർ കണ്ടുപിടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവർ അഗ്രികൾച്ചർ, കൃഷി തുടങ്ങുന്നുണ്ട്. ഇത് ഏറ്റവും 2 മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താ പറയുക, അവരുടെ 2 എയിമുകളാണ്, അല്ലെങ്കിൽ അവരുടെ 2 അച്ചീവ്മെന്റ്സ് ആണെന്ന് നമുക്ക് പറയാം. അവർ അങ്ങനത്തെ 2 അച്ചീവ്മെന്റ്സ് ആണ് ആദ്യം എടുത്തത്, നേട്ടങ്ങൾ. അപ്പോൾ write a note on the changes that were brought in the food habit of early human from the use of fire. ഫയർ വന്നതിന് ശേഷം, തീ അവിടെ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം അന്നത്തെ ആൾക്കാരിൽ കണ്ടുവന്നിരിക്കുന്ന ആ ഒരു ഭക്ഷണ രീതികൾ എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ഹാബിറ്റ്സ്. ദ ഡിസ്കവറി ഓഫ് ഫയർ ബ്രോട്ട് ഇമ്പോർട്ടൻസ് ചേഞ്ചസ് ഇൻ ദ ഫുഡ് ഹാബിറ്റ് ഓഫ് ഏർലി ഹ്യൂമൻ. നമ്മൾ അതിലുള്ള പോലെ തന്നെ പറഞ്ഞു, ഫയർ കണ്ടുപിടിച്ചപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഫുഡ് ഹാബിറ്റിൽ ഉണ്ടായി പഴയ ആൾക്കാരിൽ, ഏർലി ഹ്യൂമാൻസിൽ. ദേ ബിഗൻ ടു കുക്ക് ഫുഡ് യൂസിങ് ഫയർ. നിങ്ങൾക്ക് ആദ്യത്തെ ലൈൻ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അത് എഴുതണ്ട, രണ്ടാമത്തെ ലൈൻ തൊട്ട് പഠിച്ചാൽ മതി. ദേ ബിഗൻ ടു കുക്ക് ഫുഡ് യൂസിങ് ഫയർ. തീ ഉപയോഗിച്ചിട്ട് അവർ ഭക്ഷണം പാകം ചെയ്യാൻ പഠിച്ചു. കുക്ക്ഡ് ഫുഡ് വാസ് ഈസിയർ ടു ച്യൂ ആൻഡ് ഡൈജസ്റ്റ്. നമ്മൾ കുക്ക് ചെയ്ത ഭക്ഷണം പെട്ടെന്ന് തന്നെ വായയിൽ ഇങ്ങനെ ച്യൂ ചെയ്യാനും അതുപോലെ തന്നെ അത് ദഹിക്കാൻ, ഡൈജസ്റ്റ് ആവാൻ പറഞ്ഞത് ദഹിക്കാനും എളുപ്പമായിരുന്നു. ദേ കുഡ് ഈറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് ആൻഡ് കുക്കിംഗ് ആൽസോ മെയ്ഡ് ഫുഡ് ഈ സേഫർ ടു ഈറ്റ്. അപ്പോൾ ദേ കുഡ് ഈറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ്, പല ടൈപ്പ് ഓഫ് ഫുഡ് അവർക്ക് കഴിക്കാൻ പറ്റി. ആൻഡ് കുക്കിംഗ് ആൽസോ മെയ്ഡ് ഫുഡ് സേഫർ ടു ഈറ്റ്. അങ്ങനെ കുക്ക് ചെയ്തൊരു സാധനം കഴിക്കുമ്പോൾ ആ ഫുഡ് അത്രയും സേഫായി. Thus, the use of fire improved the food habit of early humans. അങ്ങനെ ആ ഒരു ഫയർ ഉപയോഗിക്കുന്നത്, ആ ഒരു തീ ഉപയോഗിക്കുന്നത് ഫുഡ് ഹാബിറ്റ്സിൽ നല്ല മാറ്റങ്ങൾ വന്നു. ആർക്ക്? ഈ പഴയ മനുഷ്യർക്ക്. മനസ്സിലായല്ലോ? ഫുഡ് ഫയർ വെച്ചിട്ട്, തീ വെച്ചിട്ട് അവർ ഫുഡ് കുക്ക് ചെയ്യാൻ പഠിച്ചു. കുക്ക് ചെയ്ത ഫുഡ് ചൂസ് ചെയ്യാനും ഡൈജസ്റ്റ് ചെയ്യാനും ദഹിക്കാനും അതുപോലെ വായിലിട്ട് കഴിക്കാനും അവർക്ക് ഇഷ്ടമായി, അല്ലെങ്കിൽ ഈസിയായി. അത് കഴിഞ്ഞ് ആ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് അവരങ്ങനെ കുക്ക് ചെയ്യാൻ തുടങ്ങി. അത് അവർക്ക് ഫുഡ് ഭയങ്കര സേഫായിട്ട് കഴിക്കാൻ അവരെ സഹായിച്ചു.
ഇങ്ങനെ ഈ ഒരു ഫയർ പഴയ മനുഷ്യരിൽ ഒരുപാട് മാറ്റങ്ങൾ, ഇംപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് മാറ്റങ്ങൾ ബെറ്റർ ആക്കാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഹെഡിങ്സ്. കോട്ടയം ബിക്കം ദ ഫസ്റ്റ് ഡിസ്ട്രിക്ട് വിത്തൗട്ട് എക്സ്ട്രീം പോവേർട്ടി. ദാരിദ്ര്യം എക്സ്ട്രീമായിട്ട് ഇല്ലാത്ത ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ട് കോട്ടയത്തിനെ പ്രഖ്യാപിച്ചു. പ്ലാൻ ടു മേക്ക് കേരള എ സ്റ്റേറ്റ് വിത്തൗട്ട് എക്സ്ട്രീം പോവേർട്ടി ഈസ് നിയറിംഗ് ദ ഗോൾ. അപ്പം എന്താണ് നമ്മുടെ അവിടുത്തെ എല്ലാ പൊളിറ്റിക്സിനും അല്ലെങ്കിൽ ഗവൺമെന്റിന് ഒരു പ്ലാൻ ഉണ്ട്, കേരളത്തിനെ ദാരിദ്ര്യമില്ലാത്ത അല്ലെങ്കിൽ എക്സ്ട്രീം ദാരിദ്ര്യമില്ലാത്ത, ഭയാനകമായിട്ടുള്ള ഒരു ദാരിദ്ര്യമില്ലാത്ത ഒരു സ്ഥലമാക്കി മാറ്റണമെന്ന്. അപ്പൊ ആ ഒരു ഗോളിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് 2 ഹെഡിങ് വരുന്നത് കേട്ടോ. List and tabulate the ideas to be presented in a speech at school on the topic reason and remedies for poverty and starvation. പോവേർട്ടി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ പട്ടിണി. അപ്പോൾ അതല്ല, അതിന്റെ റീസൺസും റെമഡീസും, അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊരു സ്പീച്ച് എഴുതാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അത് നമുക്ക് പറയാം. തൊട്ട് അതിന്റെ താഴെയുള്ള ബി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഫുഡ് ഡേ. ഈ ഒരു ലോകത്ത് ഫുഡ് ഡേ ആയിട്ട് പ്രഖ്യാപിക്കുന്ന ദിവസം ഏതാണ്? ഒക്ടോബർ 16 ആണ് വേൾഡ് ഫുഡ് ഡേ ആയിട്ട് നമുക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ആ സ്പീച്ചിൽ വരുന്ന ആ ഒരു റീസൺസ് ആൻഡ് റെമഡീസ് ഒന്ന് നോക്കാം. സ്പീച്ചിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന പോയിന്റ്സ് എഴുതിയാൽ മതി കേട്ടോ, സ്പീച്ച് എഴുതണ്ട. റീസൺ ഫോർ പോവേർട്ടി ആൻഡ് സ്റ്റാർവേഷൻ, ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് ആദ്യം എഴുതുക. അതിന്റെ റെമഡീസ് തൊട്ട് അതിന്റെ സൈഡിലായിട്ട് എഴുതുക. അതിന് നമുക്ക് എന്തൊക്കെ സൊല്യൂഷൻസ് ചെയ്യാൻ പറ്റും. റീസൺസ് 1, അൺഎംപ്ലോയ്മെന്റ്. ആൾക്കാർക്ക് ജോലി ഇല്ലാണ്ടാകുമ്പോൾ അവിടെ ദാരിദ്ര്യം വരും. അതിന് നമുക്ക് എന്ത് റെമഡി ചെയ്യാൻ പറ്റും, എന്തൊരു പരിഹാരം ചെയ്യാൻ പറ്റും? പ്രൊവൈഡ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുക, ജോലികൾ അവർക്ക് കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുക. ഇനി രണ്ടാമത്തെ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എല്ലാവർക്കും ജോലി കിട്ടണം എന്നില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത് അവിടെ ഒരു പരിഹാരം? പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ. വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുക്കുക. ലോ ഇൻകം, വരുന്ന അവരുടെ ആ ഒരു സാലറി എന്ന് പറയുന്നത്, വരവ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇംപ്രൂവ് ഇൻകം ആൻഡ് വേജസ്. അവർക്ക് ലഭിക്കുന്ന ആ ഒരു സാലറി ആയാലും വേജസ് എന്ന് പറഞ്ഞാൽ എന്താ, കൂലി ആയാലും അതൊന്ന് കൂട്ടി കൊടുക്കുക. ലാക്ക് ഓഫ് ഫുഡ്, ഭക്ഷണത്തിന് കുറവ്, അങ്ങനെയും ദാരിദ്ര്യം അതുപോലെ പട്ടിണി വരുമല്ലോ. അപ്പൊ എൻഷുർ ഫുഡ് അവൈലബിലിറ്റി, എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നില്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നമുക്കറിയാം റേഷൻ കടകളിലൊക്കെ അരികളൊക്കെ ഉണ്ട്, പക്ഷെ ചിലപ്പോൾ അത് കിട്ടേണ്ട കൈകളിൽ എത്തുന്നുണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ ഉറപ്പ് വരുത്തണം. അടുത്തത് നാച്ചുറൽ കലാമിറ്റി, പ്രകൃതി ദുരന്തങ്ങൾ. പ്രൊവൈഡ് ഗവൺമെന്റ് സപ്പോർട്ട്. അങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ വരുന്ന സ്ഥലങ്ങളിൽ ഗവൺമെന്റ് അവിടെ സപ്പോർട്ട് കൊടുക്കണം. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്, എല്ലാവർക്കും റിസോഴ്സസ് ഈക്വൽ അല്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതിനൊരു എക്സാമ്പിൾ ഇപ്പം നമുക്ക് പറയാൻ വെച്ചാൽ റേഷൻ കാർഡ് തന്നെ എടുക്കാം. റേഷൻ കടയിലെ അരികൾ പല രീതിയിലാണ് കൊടുക്കുന്നത്. അത് നമ്മൾ കാർഡ് ഉപയോഗിച്ചിട്ടാണ് കൊടുക്കുന്നത്, പക്ഷേ അത് അർഹമായിട്ടുള്ള കൈകളിലേക്ക് ആവില്ല എത്തുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഓരോ സാധനങ്ങളും ഈക്വൽ അല്ലാത്ത രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് അത് കിട്ടില്ല. അപ്പോൾ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്, സാധനങ്ങൾ വളരെ പ്രോപ്പർ ആയിട്ട് എല്ലാവരുടെയും കയ്യിലേക്ക് എത്തണം. അടുത്തത് ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ്, അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ലാക്ക് എന്ന് പറഞ്ഞാൽ കുറവാണ്. അപ്പോൾ അവർക്കുള്ള ആ ഒരു സൗകര്യങ്ങൾ എന്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഒരു പരിഹാര മാർഗമായിട്ട്? പ്രൊവൈഡ് ഹൗസിംഗ്, വീടില്ലാത്ത ആൾക്കാർക്ക് വീടിന്റെ സൗകര്യം ഒരുക്കി കൊടുക്കാം. ഹെൽത്ത് കെയർ, ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് അതിനൊരു ഹെൽത്ത്, അവരുടെ ആരോഗ്യത്തിന് കെയർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനാണ് ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഒക്കെ ഉള്ളത്. ആൻഡ് അതർ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ വേറെ പല സൗകര്യങ്ങളും നമുക്ക് അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കാൻ പറ്റും. എഡ്യൂക്കേഷൻ ആയാലും ഇപ്പൊ നമുക്കറിയാം ആ ഒരു ഇൻകം കുറവുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് കൺസ്ട്രക്ഷൻ ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ പട്ടിണി, ദാരിദ്ര്യം, അതിനുള്ള റീസൺസ് എന്തൊക്കെയാണ്, കാരണങ്ങൾ ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, അതിനുള്ള പരിഹാരങ്ങൾ ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അതിൽ പഠിക്കാൻ പറ്റുന്ന ഒരു 3-4 നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. Next question, read the news report. Adityan Rajesh, the youngest Malayali IT entrepreneur in India. Adityan Rajesh, born in Tiruvalla, Kerala, is the youngest IT entrepreneur in India. The company of Aditya Rajesh offers a variety of services including Aptoid instead of Android, mobile games, web ഡിസൈനിങ് എക്സെട്ര. അപ്പോൾ ആദിത്യൻ രാജേഷ് ആണ് യങ്ങസ്റ്റ് ആയിട്ടുള്ള IT എന്റർപ്രിനിയർ. അദ്ദേഹം കുറേ എന്റർപ്രിനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് ജോലി അവസരങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആപ്റ്റോയിഡ് ആണ്, ആൻഡ്രോയിഡ് മൊബൈൽ ഗെയിംസ് വെബ് ഡിസൈനേഴ്സിനൊക്കെ പകരമായിട്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു ഗെറ്റ് എ ചാൻസ് ടു മീറ്റ് ആദിത്യ രാജേഷ്, ദ യങ്ങസ്റ്റ് IT എന്റർപ്രീനിയർ, വാട്ട് വുഡ് യു ആസ്ക്? പ്രിപ്പയർ ദ ക്വസ്റ്റ്യൻ. അദ്ദേഹത്തെ കാണാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ ചോദിക്കും? അതിന്റെ ഉത്തരം കാണിച്ചു തരാം. ബി ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സെൽഫ് എംപ്ലോയ്മെന്റ്? സ്വയം തൊഴിൽ എന്നാണ് മലയാളം മീനിങ്. എക്സാമ്പിൾ, നിങ്ങൾ ക്ലൈന്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതല്ലാതെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അതൊരു സെൽഫ് എംപ്ലോയ്മെന്റ് അല്ല. നമ്മൾ വേറൊരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് വർക്ക് ചെയ്യുക. അതിപ്പോൾ ഒരു ബിസിനസ്, നമ്മുടേതായിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കാം, ട്രേഡിംഗ് ചെയ്യുന്നതായിരിക്കാം, അങ്ങനെ. അപ്പോൾ ഇതിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇൻഡിവിജ്വൽസ് മാനേജ് ദെയർ എന്റർപ്രൈസ് ഓൺ ദെയർ ഓൺ. ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും അവരുടെ സംരംഭങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ എന്റർപ്രൈസ് സ്വന്തമായി തന്നെ നടത്തുന്നു. അതാണല്ലോ സെൽഫ് എംപ്ലോയ്മെന്റ്. അത് കറക്റ്റ് ആണ്. സെൽഫ് എംപ്ലോയിഡ് എന്റർപ്രീനിയേഴ്സ് ആർ ദ സോൾ ബെനിഫിഷ്യറീസ് ഓഫ് ദെയർ എംപ്ലോയ്മെന്റ്. സ്വയം തൊഴിൽ ചെയ്യുന്ന ആ സംരംഭകർ തന്നെയാണ് തങ്ങളുടെ തൊഴിലിന്റെ പൂർണ്ണ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ ലാഭം അനുഭവിക്കുന്ന ആൾക്കാർ. അതിനെയാണ് പറയുന്നത് കേട്ടോ. സെൽഫ് എംപ്ലോയിഡ് എന്റർപ്രീനിയേഴ്സ് ആർ ദ സോൾ ബെനിഫിഷ്യറീസ് ഓഫ് ദ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലാഭം അനുഭവിക്കുന്നത് അവർ തന്നെയാണ്. ആണല്ലോ, അവരുടെയാണല്ലോ ബിസിനസ്. എ സെൽഫ് എംപ്ലോയർ ഹാസ് നോ ഡ്യൂട്ടീസ് ഓഫ് എൻ എംപ്ലോയി. ഒരു തൊഴിൽ ചെയ്യുന്ന ആൾക്ക് സാധാരണ ജീവനക്കാരന്റെ ചുമതലകളോ കടമകളോ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഇപ്പൊ നമ്മൾ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്തൊരു എംപ്ലോയി ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി. കാരണം നമ്മുടെയാണ്. അപ്പൊ നമ്മൾക്ക് എല്ലാ ചുമതലകളും ഉണ്ട്, കടമകളും ഉണ്ട്. ദ ഓണർ ഓഫ് ദ സെൽഫ് എംപ്ലോയിഡ് എന്റർപ്രൈസ് ഇസ് ദ ഓണർ ഓഫ് ദാറ്റ് എന്റർപ്രൈസ്. സ്വയം തൊഴിൽ സ്ഥാപനത്തിന്റെ ഉടമ തന്നെയാണ് ആ സംരംഭത്തിന്റെ പൂർണ്ണ ഉടമസ്ഥൻ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആണ് കേട്ടോ. അതിൽ സി മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ എയറിൽ അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. നമ്മൾ വാട്ട്, വെന്ന്, വേർ, ഹൗ, വൈ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സോ വാട്ട് ഇൻസ്പയർഡ് യു ടു ബിക്കം ആൻ IT എന്റർപ്രീനിയർ? ഒരു IT എന്റർപ്രീനിയർ ആവാൻ വേണ്ടി, IT സംരംഭകനാവാൻ വേണ്ടിയിട്ട് അങ്ങയെ ഇൻസ്പയർഡ് ചെയ്ത അല്ലെങ്കിൽ അങ്ങയെ പ്രചോദിപ്പിച്ച കാര്യം എന്താണ്? വെൻ ഡു യു സ്റ്റാർട്ട് യുവർ കമ്പനി? എന്നാണ് അങ്ങയുടെ ആ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്? വാട്ട് സർവീസ് ഡസ് യുവർ കമ്പനി പ്രൊവൈഡ്? എന്തൊക്കെ സർവീസസ് ആണ് താങ്കളുടെ കമ്പനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത്? ഹൗ ഡിഡ് യു ഡെവലപ്പ് ആൻ ഇൻട്രസ്റ്റ് ഇൻ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ടെക്നോളജി? കമ്പ്യൂട്ടേഴ്സിലും ടെക്നോളജിയിലൊക്കെ ഒരു ഇൻട്രസ്റ്റ്, താല്പര്യം നിങ്ങൾ എങ്ങനെ വളർത്തിയെടുത്തു? വാട്ട് ഡിഫിക്കൽട്ടീസ് ഡിഡ് യു ഫേസ് ഇൻ സ്റ്റാർട്ടിങ് യുവർ കമ്പനി? നിങ്ങളുടെ കമ്പനി ആദ്യം തന്നെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ നേരിട്ടത്? ഹൂ സപ്പോർട്ടഡ് യു ഇൻ യുവർ ജേർണി? നിങ്ങളുടെ ഈ ഒരു യാത്രയിൽ ആരാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തത്? വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു സ്റ്റുഡൻസ് ഹു വാണ്ട് ടു ബിക്കെയിം എന്റർപ്രീനിയേഴ്സ്? ഇതുപോലെ സംരംഭകരാവാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് നിങ്ങൾ എന്ത് ഉപദേശമാണ് കൊടുക്കുക? അതാണ് അഡ്വൈസ് എന്നുള്ള മീനിങ്. വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? നിങ്ങളുടെ ഭാവി പ്ലാനുകൾ എന്തൊക്കെയാണ്? ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. ക്വസ്റ്റ്യനെയർ എഴുതുക എങ്ങനെയാണ്, എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക, അങ്ങനെയൊക്കെ ഒരു മോഡൽ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ മാർക്കിൽ എൻഡ് ചെയ്യണം. അതുപോലെ വാട്ട്, വെന്ന്, വേർ, ഹൗ അങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. Question 5 has two part 5A, 5B. Attend either 5A, 5B completely. അപ്പോൾ 5A, 5B ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. The history of cloth manufacturing is given below. Arrange them according to the stages of its development. അപ്പോൾ ആ ഒരു ക്ലോത്ത് നമ്മൾ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്ത് എടുക്കുക എന്നുള്ളതിന്റെ ഓരോന്നും തന്നിട്ടുണ്ട്, ഹിസ്റ്ററി തന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഓർഡറിലാക്കി എഴുതുക വേണ്ട കേട്ടോ. അപ്പൊ ആദ്യത്തെ മെയ്ഡ് ക്ലോത്ത് ഫ്രം നാച്ചുറൽ മെറ്റീരിയൽസ്. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഓരോ മെറ്റീരിയൽസ് കൊണ്ടാണ് ആദ്യം അവിടെ വസ്ത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. ദ ഇൻവെൻഷൻ ഓഫ് വീവിംഗ് ടൂൾസ്. അത് കഴിഞ്ഞ് നെയ്ത്തിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ അവർ നിർമ്മിച്ചു. വേരിയസ് ഫൈബേഴ്സ് വർ യൂസ് ടു മേക്ക് ലോങ് യാൺസ്. വേരിയസ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള അല്ലെങ്കിൽ വിവിധമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള, ഫൈബേഴ്സ് എന്ന് വെച്ചാൽ നാരുകൾ, വ്യത്യസ്തമായിട്ടുള്ള നാരുകൾ ഉപയോഗിച്ചിട്ട് അവർ നീളമുള്ള നൂലുകൾ നിർമ്മിച്ചു. യാൺസ് എന്ന് പറഞ്ഞാൽ നൂലിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ഈ വസ്ത്രങ്ങൾ ഉണ്ടാക്കാനുള്ള നൂലുകൾ. ദ ഇൻവെൻഷൻ ഓഫ് വീവിംഗ് മെഷീൻ. അങ്ങനെ അവസാനം നെയ്ത്ത് യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം ഉണ്ടായി. അപ്പൊ ആദ്യം അവരെന്ത് ചെയ്തു? നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വസ്ത്രങ്ങൾ നിർമ്മിച്ചു. ഇപ്പൊ നമ്മളെ ഇലകൾ കൊണ്ടൊക്കെ വസ്ത്രങ്ങൾ ഉണ്ടാക്കി ധരിച്ചിരുന്ന ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? ഈ ഒരു നെയ്ത്തിന് വേണ്ട ഉപകരണങ്ങൾ ഉണ്ടാക്കി. പിന്നീട് വലിയ വലിയ നൂലുകൾ ഈ പല നാരുകളിൽ നിന്നും അവർ ഉണ്ടാക്കി. അവസാനം അവരെന്ത് ചെയ്തു? യന്ത്രം കണ്ടുപിടിച്ചു. ഇനി അതിന്റെ തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് റിഗാർഡിംഗ് ദ ഹിസ്റ്ററി ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിംഗ്. First one, rayon is the natural fiber used for clothing. Second one, Indians travel to different part of the world in search of market to sell their surplus textile. Third one, artificial dyes were used to color clothes. Fourth one, the invention of spinning jenny brought major changes in the field of textile production. ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ മീനിങ് നമുക്കൊന്ന് നോക്കാം.
ഫസ്റ്റ് സെന്റൻസിലെ റയോൺ ഇസ് ദ നാച്ചുറൽ ഫൈബർ യൂസ്ഡ് ഫോർ ക്ലോത്തിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊരു സ്വാഭാവിക നാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന നാര്. പക്ഷെ അത് തെറ്റാണ്. അതൊരു കൃത്രിമ നാരാണ്, അതൊരു ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ സെമി സിന്തറ്റിക് ഫൈബർ ആണ്. അപ്പൊ അത് തെറ്റാണ്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്ത്യൻസ് ട്രാവൽ ടു ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ വേൾഡ് ഇൻ സെർച്ച് ഓഫ് മാർക്കറ്റ് ടു സെൽ ദെയർ സർപ്ലസ് ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞു. ഇന്ത്യൻസ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ സാധനങ്ങളും വിൽക്കാനായിട്ട് അവര് വേൾഡില് പല മാർക്കറ്റുകൾക്കും ചെന്നു എന്ന് പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചരിത്രപരമായിട്ടുള്ള ഇന്ത്യയിലുള്ള ഗുണമേന്മയുള്ള കൈത്തറി തുണിത്തരങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് വാങ്ങാനായിട്ട് വിദേശ വ്യാപാരികളാണ് ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യക്കാർക്ക് എങ്ങോട്ടും പോകേണ്ട സിറ്റുവേഷൻ വന്നിട്ടില്ല. അപ്പൊ അതും തെറ്റാണ്. ഇനി ആർട്ടിഫിഷ്യൽ ഡൈസ് വർ യൂസ്ഡ് ഇൻ കളർ ക്ലോത്ത്സ്. കളർ ക്ലോത്ത്സിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൃത്രിമമായിട്ടുള്ള ഡൈസ് ആണ് യൂസ് ചെയ്തിരുന്നത്. അത് ശരിയാണ്. ദ ഇൻവെൻഷൻ ഓഫ് സ്പിന്നിങ് ജെന്നി ബ്രോട്ട് മേജർ ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻസ്. സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്നത് നൂല് നൂൽക്കാൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ്. അപ്പോൾ ഇവിടെ സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തിയെന്ന് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്. അപ്പോൾ 3ഉം 4 ആണ് അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ഫിഫ്ത്ത് ബി. Observe the table prepared by the student who visited the cloth manufacturing factory to know more about it. അപ്പോൾ ആ ടേബിൾ നോക്കുക. സ്റ്റുഡൻസ് വിസിറ്റ് ചെയ്തിരുന്നു ക്ലോത്തിന്റെ മാനുഫാക്ചറിങ് ഫാക്ടറിയിലെ. അപ്പോൾ അവർ കണ്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫൈബേഴ്സ് ഏതൊക്കെ നാരുകളെ കണ്ട്? പോളിസ്റ്റർ കണ്ടു, നൈലോൺ കണ്ടു, സിൽക്ക് കണ്ടു, വൂള് കണ്ടു, ജൂട്ട് കണ്ടു, റയോൺ കണ്ടു, കോട്ടൺ കണ്ടു, മൊഡാൽ കണ്ടു. ഇതിൽ നാച്ചുറൽ ഫൈബേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നാച്ചുറൽ ഫൈബേഴ്സ് ആയിട്ട് വരുന്നത് മിസ് റെഡ് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് ജൂട്ട്, പിന്നെ സിൽക്ക്, വൂള്, കോട്ടൺ. ആർട്ടിഫിഷ്യൽ ഫൈബർ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? കൃത്രിമ ഫൈബർ, കൃത്രിമ നാരുകളായിട്ട് അവിടെ പോളിസ്റ്റർ വരുന്നുണ്ട്, നൈലോൺ വരുന്നുണ്ട്, അതുപോലെ റയോൺ വരുന്നുണ്ട്, മൊഡാൽ വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ. ദ യൂസ് ഓഫ് മെഷീൻ ബ്രോഡ് മേജർ ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിങ്. നമ്മുടെ ഈ ഒരു ക്ലോത്തിന്റെ നിർമ്മാണ രംഗത്ത് നമ്മൾ മെഷീൻസ് കണ്ടുപിടിച്ചതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദിസ്. ഇതിനോട് യോജിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താണ് പറഞ്ഞിരിക്കുന്നത്. ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ, മോർ വർക്ക് ലോഡ്. ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉൽപാദനം ഒരുപാട് കൂടി മെഷീൻസ് വന്നപ്പോൾ. മോർ വർക്ക് ലോഡ്, ഒരുപാട് ഭാരം ജോലിയുടെ വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലോത്ത് മാനുഫാക്ചറിങ് യൂസിങ് ഓൺലി നാച്ചുറൽ ഡൈസ്. ക്ലോത്ത് മാനുഫാക്ചർ ചെയ്തിരുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഡൈകൾ മാത്രം ഉപയോഗിച്ചിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കളറിന് വേണ്ടിയിട്ടാണ് ഡൈകൾ ഉപയോഗിക്കുക. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ഡൈകൾ മാത്രമാണോ? അല്ല. പ്രൊഡക്ഷൻ ഓഫ് ക്വാളിറ്റി ക്ലോത്ത്, അതുപോലെ ക്ലോത്ത് നല്ല ക്വാളിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ നാലാമത്തെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഒരുപാട് പ്രൊഡക്ഷൻസ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റി നമുക്ക്, അതുപോലെ ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റി. പിന്നെ വർക്ക് ലോഡ് ഒക്കെ കുറവായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ തെറ്റാണ്. മൂന്നാമത്തത് നാച്ചുറൽ ഡൈസ് മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഡൈസും നമ്മൾ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതും തെറ്റാണ് കേട്ടോ. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ കാർട്ടൂൺ ഗിവൺ ബിലോ. തന്നിരിക്കുന്ന കാർട്ടൂൺ നോക്കുക. ഐ ആം എ ഫാമർ, ഐ ഹാവ് എ ബിൽഡിംഗ് ഫ്രം വിച്ച് ഐ ഏൺ മണി. ഞാനൊരു കൃഷിക്കാരനാണ്, എനിക്കൊരു ബിൽഡിംഗ് കെട്ടിടം കൂടിയുണ്ട്, അവിടുന്ന് എനിക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അടുത്ത ആള്. ഐ വർക്ക് ആസ് എ സെക്യൂരിറ്റി ഓഫീസർ ഇൻ എ ബാങ്ക്. ഞാനൊരു സെക്യൂരിറ്റി ഓഫീസർ ആയിട്ട് ബാങ്കിൽ വർക്ക് ചെയ്യാണ്. ഐ ആൾസോ ഹാവ് എൻ അഗ്രികൾച്ചർ ലാൻഡ് ഓഫ് 50 സെന്റ്. എനിക്കും ഉണ്ട് ഒരു കൃഷിയിടം 50 സെന്റിന്റെ. ഹാവ് യു ഒബ്സർവ് ദ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് ദീസ് ടു പീപ്പിൾ. ഈ രണ്ട് പേർക്കും ക്യാഷ് കിട്ടുന്ന, വരുമാനം കിട്ടുന്ന മാർഗ്ഗങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഫൈൻഡിങ് ഔട്ട് ദ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഇൻകം. അപ്പോൾ ഇവർക്കൊക്കെ ഏത് രീതിക്കാണ് ഇൻകം കിട്ടുന്നത്, വരുമാനം കിട്ടുന്നതെന്നുള്ള ആ സോഴ്സസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബോക്സിൽ നമുക്ക് എഴുതിയിട്ടുണ്ട് ഇൻട്രസ്റ്റ്, പലിശ മുഖേന, സാലറി, ശമ്പളം, റെന്റ്, വാടക, പ്രോഫിറ്റ് ഷെയർ ഓർ ഡിവിഡൻഡ്. ഇതിന്റെ ഒരു മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ കുറച്ച് ക്യാഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ക്യാഷ് മുഖേന ആ കമ്പനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു വിഹിതം നമുക്ക് കിട്ടുക. അതിനെയാണ് പ്രോഫിറ്റ് ഷെയർ ഓർ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അടുത്തത് ക്രോപ്പാണ്, വിളകൾ മുഖേന. അപ്പോൾ ആദ്യത്തെ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെന്റ്. ഇവിടെ ഞാൻ ആക്ച്വലി ക്രോപ്പ്, വിള എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ വേജസ് ആണ് വരേണ്ടത്, കൂലിയായിട്ട്. WAGES, വേജസ് ആയിട്ട്, കൂലിയായിട്ടാണ് കിട്ടുന്നത്. ചിലപ്പോൾ ഇവിടെ കൊടുക്കാൻ മിസ്സായതായിരിക്കാം. ഇനി രണ്ടാമത്തത്, ഇനി അത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്രോപ്പ് എന്ന് എഴുതിക്കോട്ടോ. ബിൽഡിംഗ്, നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ, കെട്ടിടം ഉണ്ടെങ്കിൽ നമുക്ക് റെന്റ്, വാടക കിട്ടും. സെക്യൂരിറ്റി ജോബ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ശമ്പളമാണ് കിട്ടുക. ഓരോ കൂലിപ്പണിക്കാരനാണെങ്കിൽ കൂലിയാണ് കിട്ടുക, വേജസ് ആയിട്ട് കേട്ടോ. അഗ്രികൾച്ചർ ആണെങ്കിൽ ക്രോപ്പ് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ആൻഡ് ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലാസിഫൈ ദ ഫോളോയിങ് സോഴ്സസ് ഓഫ് ഇൻകം ആസ് അസറ്റ് ആൻഡ് എംപ്ലോയ്മെന്റ്. അസറ്റ് എന്ന് പറഞ്ഞാൽ ആസ്തി. എത്ര ഇപ്പം നമുക്ക് വീടായിട്ട്, സ്ഥലമായിട്ട്, അല്ലെങ്കിൽ കുറെ കമ്പനികളൊക്കെ ആയിട്ട്, അത് നമ്മുടെ
അസറ്റാണ്, ആസ്തികളാണ്. എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്കാണ്. അപ്പം നമുക്ക് മുകളിൽ ആ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ബിൽഡിംഗ്, അഗ്രികൾച്ചർ, ഡെപ്പോസിറ്റ്, ബിസിനസ്, അസറ്റ്, ടീച്ചിങ്. അത് നമ്മളൊന്ന് തരംതിരിച്ച് എഴുതിയാൽ മതി. അസറ്റിൽ വരുന്നത് ഒന്ന് ബിൽഡിംഗ്, പിന്നെ വരുന്നത് എന്താ അഗ്രികൾച്ചർ. അവർക്ക് കൃഷിയിടങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരുടെ അസറ്റാണ്. 3 അവർ പൈസ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് അവരുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് ആണ്. എംപ്ലോയ്മെന്റ് ജോലിയിലുള്ളത് ഏതൊക്കെയാണ്? ടീച്ചിങ് ഒരു ജോലിയാണ്, അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നത് ഒരു ജോലിയാണ്. ഇത് രണ്ടും ചെയ്തിട്ട് നമുക്കത് പ്രോഫിറ്റ് കിട്ടിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ജീവിക്കാനായിട്ട്. മറ്റേത് അവർക്ക് ഓൾറെഡി സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സ്ഥലങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ പോയി ജോലി ചെയ്യേണ്ട, അതിനൊരു തുക വീതം അവർക്ക് കിട്ടും. അതാണ് അവരുടെ ആസ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസറിങ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും വരിക. അതുകൊണ്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത് എക്സാമിന് പോവാം. താങ്ക്